പ്രിയമാനസരേ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് കുടുംബിനികളായ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് നമ്മുടെ പ്രധാന സേവകനായ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന ശ്രദ്ധിച്ചു? എല്ലാവരും രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തിരക്കിലും മറ്റ് ഗൃഹകാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന വളരെ വ്യസ്തമായ കാര്യക്രമത്തിലുമായിട്ടുണ്ടാകാം അല്ലേ? നമ്മൾ പൊതുവെ ഈ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഒരു ഭൗതികമായ ജ്ഞാനം ഉള്ളവരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ അധികപക്ഷം സുഹൃത്തുക്കളും അവരുടെ കുടുംബം വിശ്വസിക്കുന്ന പാർട്ടി ഏതാണോ അതിൽ വോട്ട് ചെയ്യുന്നവരാണ്. സത്യത്തിൽ നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയണം. രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രസംബന്ധിയായത് കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം, വേണ്ടേ? അപ്പോൾ നമ്മുടെ മൂവർണ്ണക്കൊടിയുടെ പ്രോജ്വലമായ അഭിമാനപൂരിതമായ പാറിപ്പറക്കുന്ന ഒരു സാഹചര്യം, അപ്പോൾ അതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും രാഷ്ട്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരേണ്ട ഒരു ചിത്രം. അപ്പോൾ അദ്ദേഹം ഇന്നത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാടിൻ്റെ ത്രിവർണ്ണ പതാക ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഉയർത്തുമ്പോൾ വൈകാരികമായി നമ്മളേവരും എത്രത്തോളം അതിനോട് ചേർന്നു നിന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിച്ചു. രാവിലെ എൻ്റെ പ്രാതലുണ്ടാക്കുന്ന തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു വാക്യം, അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, നമ്മുടെ ഭാഗ്യരേഖയെ മറ്റുള്ളവരുടെ ഭാഗ്യരേഖയേക്കാൾ നീളമുള്ളതാക്കാൻ, വലുതാക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അന്യരുടെ ഭാഗ്യരേഖയെ ചെറുതാക്കാനല്ല ശ്രമിക്കേണ്ടത്, നമ്മുടേതിനെ വലുതാക്കാനാണ് ശ്രമിക്കേണ്ടത്. വളരെ അർത്ഥവത്തായ ഒരു വാക്യമായിട്ട് എനിക്കത് തോന്നി. മനസ്സിലായോ? അത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമായ ഒരു വാക്യമാണ്, രാഷ്ട്രീയക്കാർക്ക് ബാധകമായ വാക്യമാണ്, നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കും ബാധകമായ വാക്യമാണ്. മനസ്സിലായോ? അപ്പോൾ അന്യരുള്ളത് കണ്ട് അസൂയപ്പെട്ട് അയ്യോ അവർക്ക് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഖേദിക്കാതെ സ്വന്തം ഭാഗ്യരേഖയുടെ വലിപ്പം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മനിരതരാകുക. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ അവനവന് പോന്ന വിധം ഉയർത്തെഴുന്നേൽക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും തളർച്ചകളും വീഴ്ചകളും ഒരുപാട് വരും. നമുക്കിഷ്ടപ്പെട്ടതും കഷ്ടപ്പെട്ട് നേടിയതും സന്തോഷം തന്നതുമായ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ കൂപ്പുകുത്തും. പക്ഷേ അവിടെ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. അതിനാണ് ഇത്തരത്തിലുള്ള നേതാക്കൾ നമുക്കുള്ളത്. നമ്മൾ എപ്പോഴും നമ്മുടെ സന്തോഷം, നമ്മുടെ മനസ്സ് ഒരു ഔത്സുഖ്യം നേടണമെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. ഭാരതമെന്ന മഹാരാജ്യത്തിൻ്റെ
സൗവർണപ്രഭയിൽ അങ്ങനെ ലയിക്കുക. ഈ മഹാരാജ്യത്ത് വീശുന്ന കാറ്റിലും ഒഴുകുന്ന പുഴകളിലും വിരിയുന്ന പൂക്കളിലും ഉന്മത്തരാവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. മാത്രമല്ല, കുടുംബത്തോടും കുട്ടികളോടും ഉള്ളത്ര തന്നെ പ്രതിബദ്ധത മാതൃരാജ്യത്തിനോട് വേണ്ടത് ഏതൊരു പൗരൻ്റെയും കടമയാണല്ലോ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തോന്നിയത് അദ്ദേഹം ഭാഷയെക്കുറിച്ച് പറഞ്ഞതാണ്. നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്. എങ്കിലും മറ്റുള്ള പ്രാദേശിക ഭാഷകളെയെല്ലാം ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ സൗമനസ്യം കാണിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ജനങ്ങൾക്കിടയിലും ഭരണകർത്താക്കൾക്കിടയിലും ഉണ്ടാകേണ്ടത്. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയും, കുറച്ചുകൂടി ഇംഗ്ലീഷൊക്കെ പഠിച്ചുകൂടെ, അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ പഠിച്ചുകൂടെ എന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കാറ്, എൻ്റെ മാതൃഭാഷയായ മലയാളവും രാഷ്ട്രഭാഷയായ ഹിന്ദിയും എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്താൻ ആ ഭാഷ ധാരാളമാണ്. പക്ഷേ എന്ന് കരുതി ആംഗലേയ ഭാഷയൊക്കെ നല്ല ചാതുരിയോടെ കൈകാര്യം ചെയ്യുന്നവരോട് എനിക്ക് ബഹുമാനമാണ് കേട്ടോ. അതും എനിക്ക് അത്യാവശ്യത്തിനറിയാം, ജീവിച്ചു പോകാനറിയാം. അതുകൊണ്ട് ഒരു വിദേശ രാജ്യത്ത് പോയാൽ പിടിച്ചു നിൽക്കാനുള്ള ഭാഷയുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഭാഷയെ ആദ്യം രാഷ്ട്രത്തെ സ്നേഹിക്കുക, രാഷ്ട്രഭാഷയെ സ്നേഹിക്കുക, പിന്നീട് നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കുക, എല്ലാത്തിനുമുപരിയായി സർവോപരിയായി ജനങ്ങളെ സ്നേഹിക്കുക, നമ്മുടെ നാടിനെ സ്നേഹിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. മറ്റൊരു വീഡിയോവുമായിട്ട് പിന്നീട് വരാട്ടോ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. ഭാരത് മാതാ കി ജയ്.